ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇപ്പോൾ തുറന്ന പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ സംഘർഷം ഓരോ ദിവസവും ലോകത്തെയും വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തുകയാണ്. യുദ്ധം മുറുകുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ യുദ്ധം ഭാവിയിൽ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്ന് വ്യക്തമാക്കുന്ന 5 നിർണായക സാധ്യതകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഏറ്റവും വലിയ സാധ്യത ഇസ്രായേൽ ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാകും, എന്നാൽ സൈനിക പരിഹാരം അസാധ്യമാണെന്ന് തന്നെ പറയാം. ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതവും തീവ്രവുമായ വ്യോമാക്രമണങ്ങളോടെയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. ഇസ്രായേലിന്റെ പ്രാഥമിക ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതിക്ക് തിരിച്ചടി നൽകുകയും അവരുടെ സൈനിക ശേഷി തകർക്കുകയും ചെയ്യുക എന്നതാണ്. ടെഹ്റാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായും വാർത്തകളുണ്ട്. ഇത് ഇറാന്റെ പ്രതിരോധശേഷിക്ക് വലിയ ആഘാതമേൽപ്പിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. കേവലം സൈനിക ശക്തി കൊണ്ട് ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുമോ? ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അവരുടെ ആണവ, സൈനിക കേന്ദ്രങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. അതുകൊണ്ട് ഇറാനെ സൈനികമായി പൂർണ്ണമായി കീഴടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. മാത്രമല്ല, ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പുതിയ ആയുധങ്ങൾ തേടാനും അവരെ പ്രേരിപ്പിക്കും. അതിനാൽ സൈനിക വിജയം ഈ യുദ്ധത്തിന് അന്തിമപരിഹാരമാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ രൂക്ഷമാകുന്നതിനാൽ ഇറാൻ അണുബോംബ് നിർമ്മാർജ്ജന ഉടമ്പടി NPT-യിൽ നിന്ന് പുറത്തുവന്നേക്കാമെന്ന് സൂചനയുണ്ട്. ആണവായുധങ്ങൾ വ്യാപിക്കുന്നത് തടയാനും സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് NPT. ഇതിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ അത് ആഗോള ആണവ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകും. ഇതൊരു വൻ യുദ്ധമായി മാറാൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരൊറ്റ കാരണം മതി. അത് മറ്റൊന്നുമല്ല, യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കുമോ എന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുടെ നിലപാടാണ് ഈ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. നിലവിൽ അമേരിക്ക നേരിട്ടുള്ള സൈനിക ഇടപെടലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ശക്തമായ തിരിച്ചടികളും മേഖലയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ അപകടത്തിലാകുന്ന സാഹചര്യവും അവരുടെ നിലപാട് മാറ്റിയേക്കാം. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല, എന്നാൽ അമേരിക്കയ്ക്കു സാധിക്കും. അതിനുള്ള പ്രത്യേക ആയുധങ്ങളും അമേരിക്കയുടെ പക്കലുണ്ട്. അവയെ ലക്ഷ്യമിട്ട് അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഈ സംഘർഷത്തെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കും. ഇത് ഇറാനെ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് നയിച്ചേക്കാം, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചാൽ. ഈ ഒരു കാരണം തന്നെ അടുത്ത സംഭവിക്കാൻ പോകുന്ന വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. അത് കേവലം ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നതിൽ നിന്ന് മാറി കൂടുതൽ വിശാലമായ ഒരു പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അറബ് രാജ്യങ്ങൾക്ക് അത്രക്ക് പ്രധാനപ്പെട്ടതാണ്. അറബ് രാജ്യങ്ങളുടെ ഇക്കണോമിയെ സാരമായി ബാധിക്കുന്ന ഈ പ്രശ്നം സൗദി, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ നോക്കിയിരിക്കില്ല. അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇറാന് പൂർണ്ണ പിന്തുണയില്ല എന്നതും ഇതിനൊരു പ്രശ്നമായേക്കാം. സൗദി, UAE, ബഹ്റിൻ, ഈജിപ്ത് ഇവർ ഇറാനെ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുവായി കാണുന്നവരാണ്. ഇതുകൂടാതെ ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലാകുമ്പോൾ അവരുടെ പിന്തുണയുള്ള ഹിസ്ബുള്ള, ലെബനൻ, ഹമാസ്, ഗാസ, ഹൂതികൾ, യമൻ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവയെ പൂർണ്ണമായി സജീവമാക്കാൻ സാധ്യതയുണ്ട്. ഇവരിൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനെതിരെ ആയിരക്കണക്കിന് മിസൈലുകൾ പ്രയോഗിക്കാൻ ശേഷിയുണ്ട്. ഇത് ഇസ്രായേലിന് ലെബനൻ അതിർത്തിയിൽ വലിയൊരു പുതിയ യുദ്ധമുഖം തുറക്കും. ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുകയും ആഗോള വാണിജ്യത്തെ ബാധിക്കുകയും ചെയ്യും. ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ പൂർണ്ണമായ സജീവമാകൽ മിഡിൽ ഈസ്റ്റിനെ ഒരു വലിയ അഗ്നിപരീക്ഷയിലേക്ക് തള്ളിവിടും. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാനും വൻതോതിലുള്ള മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. നാലാമത്തെ സാധ്യത കുറച്ചുകൂടി കടുപ്പമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകശക്തികൾക്കിടയിലെ ഭിന്നത രൂക്ഷമാക്കും. ഇറാനുമായി അടുത്ത ബന്ധമുള്ള റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ നിർണായക നിലപാടെടുക്കും. ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിക്കുന്ന ഇവർ അമേരിക്കയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ആഗോള സംഘർഷം തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുമോ എന്നും ഭയക്കുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതിയെക്കുറിച്ചാണ് അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഏറ്റവും ഭയാനകമായ ചോദ്യമാണിത്. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതുറക്കുമോ? പല നിരീക്ഷകരും ഈ ആശങ്ക പങ്കുവെക്കുന്നു.
റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇസ്രായേൽ ഇറാൻ പോരാട്ടം നിയന്ത്രണാതീതമായാൽ അത് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളെ നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. ഇതൊരു ആഗോള സംഘർഷമായാൽ എണ്ണവില കുതിച്ചുയരും, ആഗോള സാമ്പത്തിക രംഗം തകരും, ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടാം, ആണവായുധ ഭീഷണിയുമുണ്ട്. വൻ ശക്തികൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും കൈവിട്ട കളികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. യുദ്ധം നീണ്ടുപോയാൽ ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും ഷെയർസും ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണ്.